കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രശ്നബാധിത സാഹചര്യങ്ങളിലും പ്രത്യാശയോടെ ജീവിക്കുക. മാർപ്പാപ്പ 11 രക്തസാക്ഷികൾ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക്. റവറന്റ് ഡോക്ടർ ആന്റണി കാട്ടുപറമ്പിൽ കൊച്ചി രൂപതയുടെ പുതിയ മെത്രാൻ. തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഫ്രഞ്ച് സിനിമ ബോക്സ് ഓഫീസ് ഹിറ്റ്. കൊളോസിയത്തിലേക്കുള്ള ടണൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രശ്നബാധിത സാഹചര്യങ്ങളിലും പ്രത്യാശയോടെ ജീവിക്കുക. പ്രശ്നബാധിത സാഹചര്യങ്ങളിലും പ്രത്യാശയോടെ ജീവിക്കണമെന്ന് ലിയോ 14 പാപ്പ. പ്രത്യാശയോടെ തീർത്ഥാടകരായ നാം ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ വെളിച്ചത്തിലായിരിക്കണം പ്രശ്നങ്ങളെ കാണേണ്ടത്. പ്രതീക്ഷ എന്നാൽ എല്ലാ കാര്യങ്ങളിലും നാം അറിയുക എന്നല്ല. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നമുക്കില്ല, പക്ഷെ നമുക്ക് യേശുവുണ്ട്. നമ്മൾ യേശുവിനെ പിന്തുടരുന്നവരാണ്. അതിനാൽ നമ്മൾ ഇതുവരെ കാണാത്തതിനായി പ്രത്യാശിക്കുന്നു. ജൂബിലി തീർത്ഥാടകരോട് സംസാരിക്കുകയായിരുന്നു പാപ്പ. 11 രക്തസാക്ഷികൾ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക്. രക്തസാക്ഷികളായ ഫാദർ ജാൻ സ്വയർ, ഫാദർ ഇഗ്നാസി ആഡോണിവിറ്റ്സ്, ഫാദർ ഇഗ്നാസി ഡോബിയാസു, ഫാദർ കരോൾ ഗോൾഡ, ഫാദർ ഫ്രാൻസിസ്കസ് ഹരാസിം, ഫാദർ ലുഡ്വിഗ് ടോസക്, ഫാദർ വ്ളോഡ്സ്മിയർ സെംബക്, ഫാദർ കാസിമേഴ്സ് വോജിസ്വോസ്കി, ഫാദർ ഫ്രാൻസിസ്കസ് മിസ്, ഫാദർ ജാൻ ബുൾ, ഫാദർ വക്ലാവോ ഡ്രബോള എന്നിവരെ ലിയോ 14 പാപ്പ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്നതിനുള്ള അംഗീകാരം നൽകി. നാസികളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും കിരാത ഭരണകാലത്ത് പോളണ്ടിലും ചെക്കോസ്ലാവാക്യയിലുമായി രക്തസാക്ഷിത്വം ഭരിച്ചവരാണ് ഈ വൈദികർ. റവറന്റ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ കൊച്ചി രൂപതയുടെ പുതിയ മെത്രാൻ. കൊച്ചി രൂപതയുടെ പുതിയ മെത്രാനായി റവറന്റ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലിനെ ലിയോ 14 പാപ്പ നിയമിച്ചു. 2024 മാർച്ച് 2 ബിഷപ്പ് ജോസഫ് കരിയിൽ രാജിവെച്ചതിനെ തുടർന്ന് രൂപതയിൽ മെത്രാൻ പദവി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. 1970 ജനിച്ച നിയുക്ത മെത്രാൻ കൊച്ചി രൂപതയുടെ ജുഡീഷ്യൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഫ്രഞ്ച് സിനിമ ബോക്സ് ഓഫീസ് ഹിറ്റ്. തിരുഹൃദയത്തെക്കുറിച്ചുള്ള സാക്രേ കോർ എന്ന ഫ്രഞ്ച് സിനിമ ബോക്സ് ഓഫീസിൽ തരംഗമാകുന്നു. ദമ്പതികളായ സബ്രീനയും സ്റ്റീവനും ചേർന്നാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കൊക്കിന് തിരുഹൃദയനാഥനായ ഈശോ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് 90 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യു ഡ്രാമ അണിയിച്ചൊരുക്കുന്നത്. ഒക്ടോബർ 1 തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം 3ാം വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ വെറും 155 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് 347 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുകയായിരുന്നു. കൊളോസിയത്തിലേക്കുള്ള ടണൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി കൊളോസിയത്തിലേക്കുള്ള ടണൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നു. കൊമോഡോസ് പാസേജ് എന്നാണ് ഈ തുരങ്കം അറിയപ്പെടുന്നത്. റോമൻ ചക്രവർത്തിയായ കൊമോഡോസിന്റെ പേരാണ് തുരങ്കത്തിന് നൽകിയിരിക്കുന്നത്. AD 180-192 കാലഘട്ടത്തിലാണ് കൊമോഡോസ് റോം ഭരിച്ചിരുന്നത്. പൊതുജനങ്ങൾ കാണാതെ കൊളോസിയത്തിലേക്ക് പോകാനാണ് അദ്ദേഹവും മറ്റു ചക്രവർത്തിമാരും ഇത് ഉപയോഗിച്ചിരുന്നത്. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും കാണാം. കേൾക്കാം. നന്ദി.